ഹായ് ഓൾ, വെൽക്കം ടു മന്ന കിച്ചൺ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹോം മെയ്ഡ് ബർഗർ ബണ്ണാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ബണ്ണ് വെച്ചിട്ട് ഇന്ന് ചിക്കൻ ബർഗറാണ് റെഡിയാക്കി എടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മന്ന കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് ഞാനിവിടെ 2 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/3 കപ്പ് പാലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. 1/3 കപ്പ് എന്ന് പറയുന്നത് 80 ml ആണ്. അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ടുള്ള 1/2 കിലോ ചിക്കനാണിത്. ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ചിക്കൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബ്രെഡും പാലും കൂടെ മിക്സ് ചെയ്തിരുന്നതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ചിക്കനും ബ്രെഡും കൂടി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസ്റ്റാർഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അത് കഴിഞ്ഞാൽ ഈ കട്ട്ലേറ്റ് മൈദപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഒരു മുട്ട സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഈ മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് നല്ലതുപോലെ പൊതിഞ്ഞെടുക്കാം. ചിക്കൻ കട്ട്ലേറ്റൊക്കെ ബ്രെഡ് ക്രംസിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒരു 5-6 മിനിറ്റെങ്കിലും ഫ്രൈ ചെയ്തെടുക്കണം. ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ബർഗറിനകത്ത് വയ്ക്കാനുള്ള ചിക്കൻ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബർഗർ റെഡിയാക്കി എടുക്കാം. ബണ്ണിനെ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ബണ്ണ് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല സോഫ്റ്റാണ്. ബണ്ണിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അതൊന്ന് പോയിട്ട് കാണണം. ഇതിൻ്റെ ഒരു പീസിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഒന്നാക്കി കൊടുക്കുവാണ്. സോസ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മയോനൈസ് ആക്കി കൊടുത്താലും മതി. അടുത്തതായിട്ട് 2 തക്കാളിയും കുക്കുംബറും കൂടെ വട്ടത്തിൽ അരിഞ്ഞതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിന് പകരമായിട്ട് സവാളയും ക്യാരറ്റും ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ചിക്കൻ കട്ട്ലേറ്റ് വെച്ച് കൊടുക്കാം. കട്ട്ലേറ്റിന് മുകളിൽ ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുവാണ്. ലെറ്റ്യൂസ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മയോനൈസും ക്യാബേജും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് ഹോം മെയ്ഡ് മയോനൈസാണ്. മുകളിലത്തെ ബണ്ണിൻ്റെ പീസിൽ കുറച്ച് ടൊമാറ്റോ സോസും മയോനൈസും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഹോം മെയ്ഡ് ബർഗർ ബണ്ണും മയോനൈസും ചിക്കൻ കട്ട്ലേറ്റൊക്കെ വെച്ചിട്ട് ഹോം മെയ്ഡ് ചിക്കൻ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ. വേറൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.